ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റോജർ ഇബാനസിനെ യഥാർത്ഥത്തിൽ കാർലോ ആഞ്ചലോട്ടി ഒരു സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ടാണ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ടും റൈറ്റ് ബാക്ക് ആയിക്കൊണ്ടും ഒരുപോലെ കളിക്കാൻ സാധിക്കുന്ന താരമാണ് ഇബാനസ്. വെസ്ലിക്ക് പരിക്കേറ്റതോടുകൂടി അദ്ദേഹത്തെ ആഞ്ചലോട്ടിക്ക് റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ്. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഇതേക്കുറിച്ച് ഇബാനസിനോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അതായത് ഇനി റൈറ്റ് ബാക്ക് ആയിക്കൊണ്ടാണോ അതല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ടാണോ കളിക്കുക എന്നായിരുന്നു ചോദ്യം. എവിടെയായാലും താൻ കളിക്കാൻ റെഡിയാണ്. അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ താൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് തനിക്ക് തന്നെ പണിയാകും എന്നാണ് ഇപ്പോൾ റോജർ ഇബാനസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുൾ ബാക്ക് ആയിക്കൊണ്ട് കളിക്കാനും സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് കളിക്കാനും ഞാൻ റെഡിയാണ്. മറ്റേത് പൊസിഷനിലും കളിക്കാനും ഞാൻ റെഡിയാണ്. ഞാൻ എവിടെ കളിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പരിശീലകനാണ്. എന്നിൽ നിന്നും എന്ത് ലഭിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തതകൾ ഉണ്ട്. ഡാനിലോയും നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല സംശയങ്ങളും നീക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏത് പൊസിഷനിലും ഞാൻ കളിക്കും. ഇതിൽ കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വെളിപ്പെടുത്തിയാൽ അത് എനിക്ക് തന്നെ പാരയാകും. ഞങ്ങൾ അരങ്ങേറ്റ മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇതാണ് റോജർ ഇബാനസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യ മത്സരത്തിൽ RB ആയിക്കൊണ്ടാണോ CB ആയിക്കൊണ്ടാണോ കളിക്കുക എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ എവിടെയായാലും കളിക്കാനും ടീമിനെ സഹായിക്കാനും താൻ റെഡിയാണ് എന്നാണ് റോജർ ഇബാനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലോ സ്റ്റാർട്ട് ചെയ്യും എന്നായിരുന്നു ഇന്നലെ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിൽ മാറ്റമുണ്ടാകും. പകരം റോജർ ഇബാനസ് വരും എന്നാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.